യുവ ഡോക്ടറിന്റെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധം ആളിപ്പടരുകയാണ്. സമരം തുടരുമെന്ന് ആർജിക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാർ വ്യക്തമാക്കി. IMAയുടെ രാജ്യവ്യാപക സമരവും ഇന്നാണ്. ആശുപത്രി അടിച്ചു തകർത്ത കേസിൽ 30 പേരാണ് അറസ്റ്റിലുള്ളത്. മമതാ ബാനർജി രാജിവെക്കണമെന്ന് ആവർത്തിക്കുകയാണ് BJP. കിരൺ ബാബു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, രാജ്യം മുഴുവൻ പ്രതിഷേധത്തിലാണ് ആ ഡോക്ടറുടെ നിഷ്ഠൂര കൊലപാതകത്തിൽ. പ്രതിഷേധം അത് കൊൽക്കത്തയിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ പുരോഗതിയുണ്ടോ? എൽദോ, അത്യസാധാരണമായ രീതിയിലേക്ക് പ്രതിഷേധം ഉയരുകയാണ്. ഇത് കൊൽക്കത്തയിൽ നിന്ന് ഇന്നിപ്പോൾ രാജ്യവ്യാപകമായ പ്രതിഷേധമായി മാറിയിരിക്കുന്നു. ഇന്ത്യയിലാകെ ഡോക്ടർമാർ ഇന്ന് OP ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുകയാണ്. ഇന്ന് രാവിലെ 6 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെ 24 മണിക്കൂർ പ്രതിഷേധത്തിനാണ് IMA ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് കേരളമടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രതിഷേധം നടക്കുന്നുണ്ട്. കേരളത്തിൽ PG ഡോക്ടർമാരുടെ അസോസിയേഷനും പ്രത്യേകമായി തന്നെ പ്രതിഷേധിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള സ്ഥലങ്ങളിലെ OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. വയനാട് ജില്ലയ്ക്ക് മാത്രമാണ് ഇന്ന് അതിൽ പ്രതിഷേധത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. വയനാട് ജില്ലയിലെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് മാത്രമാണ് അവിടെ പ്രതിഷേധ പരിപാടികൾ ഒഴിവാക്കി. എന്നാൽ അവിടെ കറുത്ത ബാഡ്ജ് ധരിച്ചുകൊണ്ടായിരിക്കും ഡോക്ടർമാർ സേവനം ചെയ്യുക. അടിയന്തര ശസ്ത്രക്രിയ, അതോടൊപ്പം തന്നെ പ്രസവം, അത്തരം വിഷയങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ അത്തരം അടിയന്തര ആവശ്യങ്ങൾ മാത്രമാണ് ഡോക്ടർമാരുടെ സേവനം ഇന്ന് ആശുപത്രിയിൽ ലഭ്യമാക്കുക. മറ്റെല്ലാ സേവനങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകളടക്കം മാറ്റിവെച്ചുകൊണ്ടാണ് ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത്. കൽക്കത്തയിൽ ആണ് ആദ്യം പ്രതിഷേധം അതിശക്തമായിട്ട് ഉയർന്നത്. ഒരു യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം ഉയർന്നത്. കൂട്ടബലാത്സംഗമായിരുന്നു എന്ന തരത്തിൽ ഈ ഡോക്ടറുടെ കുടുംബം തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് ശാസ്ത്രീയമായ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. അതിനുള്ള സാധ്യതകൾ. ബംഗാൾ സർക്കാരിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ അവിടെ വലിയ സമരമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം കൂടിയായി അത് മാറിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരമായി കൂടി മാറുന്നുണ്ട്. ആ തരത്തിലേക്ക് ഈ സമീപകാലത്തെങ്ങും ഉണ്ടാവാത്ത തരത്തിലാണ് ഒരു ഡോക്ടറെ ബലാത്സംഗ കൊലപാതകത്തിൽ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയരുന്നത്. നേരത്തെ തന്നെ കേരളത്തിലും മറ്റ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും ഡോക്ടർമാർ സ്വന്തം നിലയിൽ അത്തരത്തിലേക്കുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇന്നലെ അടക്കം കോട്ടയത്ത് PG ഡോക്ടർമാർ പ്രതിഷേധിച്ചിരുന്നു. ഇന്നിപ്പോൾ രാജ്യവ്യാപകമായി തന്നെ ഡോക്ടർമാർ പ്രതിഷേധിക്കുകയാണ്. ഇനി സമരം കൂടുതൽ എങ്ങനെ ശക്തമാക്കണമെന്ന് സംബന്ധിച്ച് ഇന്ന് ദേശീയ തലത്തിൽ ഒരു യോഗം ഡോക്ടർമാരുടെ സംഘടനകളുടെ നടക്കുന്നുണ്ട്. ആ യോഗമായിരിക്കും ഇനി തുടർന്നുള്ള തീരുമാനങ്ങൾ പ്രധാനമായും എടുക്കുക. ഇന്ത്യയിൽ മാത്രമല്ല ഈ പ്രതിഷേധം എന്നതുകൂടിയാണ് ഇതിന്റെ ഒരു പ്രാധാന്യം. അമേരിക്കയിലും ലണ്ടനിലുമൊക്കെ ഇന്നലെ ഡോക്ടർമാരുടെ സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഒരു ഡോക്ടർക്ക് ആശുപത്രിയിൽ സുരക്ഷ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഭരണ സംവിധാനം പരാജയമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. 2012 നിർഭയ കേസിൽ എങ്ങനെയാണോ ഡൽഹിയിൽ പ്രതിഷേധം ഉയർന്നത്, ബസ്സിൽ വെച്ച് രാത്രി ഒരു പെൺകുട്ടി ക്രൂര ബലാത്സംഗത്തിനിരയായപ്പെട്ട് പിന്നീട് ആശുപത്രിയിൽ മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ഉയർന്നത്, ഏകദേശം സമാനമായ രീതിയിലേക്കുള്ള പ്രതിഷേധത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നത് എന്ന് വേണം കരുതാൻ. അന്ന് അധികാരത്തിലിരുന്ന ഡൽഹി സർക്കാരിന്റെ അടക്കം ഷീലാ ദീക്ഷിത് സർക്കാരിന്റെ അടക്കം അധികാരത്തിന്റെ പതനത്തിലേക്കാണ് അത് വഴിതെളിച്ചത്. പിന്നീട് UPA സർക്കാരിന്റെ പതനത്തിലേക്കടക്കം അത് വഴിതെളിച്ചിരുന്നു. ആ മട്ടിൽ സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ഒരു പ്രതിഷേധം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലല്ല സമരം നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഡോക്ടർമാരാണ് ഇപ്പോൾ സമരത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. നഴ്സുമാരുടെ സംഘടനയും ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്തുണ്ട്. മറ്റ് പല സംഘടനകളും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അത്തരത്തിലേക്ക് വലിയ സമരത്തിലേക്കാണ് നീങ്ങുന്നത്. എന്നാൽ ഇതുവരെയും ഈ കേസിൽ കാര്യമായ അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ല. ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ഇപ്പോൾ CBIയുടെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ്. ഇത് ഒരു കൂട്ടബലാത്സംഗത്തിനുള്ള സാധ്യതയാണ് ഇതുവരെ ലഭ്യമായ ശാസ്ത്രീയ തെളിവുകളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ ആരെല്ലാമാണ് ഇതിൽ പങ്കെടുത്തതെന്ന്, കുറ്റക്കാർ ആരെല്ലാമാണ് എന്ന് സംബന്ധിച്ചും ഇതുവരെയും കൃത്യമായ വിവരം പോലീസുകാർ പുറത്തുവിട്ടിട്ടില്ല. പോലീസിന് അങ്ങനെ ഏതെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ എന്നതും നമുക്ക് ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു അറിവും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ആ കുറ്റവാളികളെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൈകുകയാണെങ്കിൽ ഈ പ്രതിഷേധം കൂടുതൽ വ്യാപ്തിയിലേക്ക്, കൂടുതൽ ആഴത്തിലേക്ക് ഒക്കെ നീങ്ങാനുള്ള സാധ്യത ഉണ്ട്. കിരൺ, ഈ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഡോക്ടറുടെ കുടുംബാംഗങ്ങൾ ഒരു നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ CBIയോട് പറഞ്ഞു എന്നാണ് PTI റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഡോക്ടേഴ്സിനെ ഉൾപ്പെടെ, കൂടെ വർക്ക് ചെയ്ത ഡോക്ടേഴ്സിനെ ഉൾപ്പെടെ അവർ സംശയിക്കുന്നു. മാത്രമല്ല കൂടുതൽ പേരുണ്ട് എന്നുള്ള സംശയം അവർ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഒരു ഘട്ടം എന്താണ്? സ്വാഭാവികമായും സഹപ്രവർത്തകരായ ഡോക്ടർമാരെയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാർ അല്ലെങ്കിൽ അവിടെ കടന്നു വന്ന മറ്റാളുകൾ, അങ്ങനെ പലരും സംശയത്തിന്റെ നിഴലിലുണ്ട്. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അവരുടെ മകളാണ് നഷ്ടപ്പെട്ടത്. അതും അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് ഒരു മകളെ നഷ്ടപ്പെടുക എന്നുള്ള അവരുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആരെയും സംശയിക്കാൻ തക്ക ഇതിൽ തന്നെയായിരുന്നു സ്വാഭാവികമായും അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം സംശയങ്ങൾ ഉണ്ടാവുകയും സ്വാഭാവികമാണ്. കൂട്ടബലാത്സംഗമാണ് നടന്നത് എന്നതിനെ സംബന്ധിച്ച ശാസ്ത്രീയമായ
തെളിവുകളൊക്കെ ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച സെമന്റെ അളവടക്കം പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അതിന് കൂടുതൽ അന്വേഷണം ഇനിയും ആവശ്യമാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്രയും പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ബംഗാളിൽ മമതാ ബാനർജിയുടെ രാജ്യടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് BJP നേതൃത്വത്തിൽ വലിയ സമരം നടക്കുന്നു. ഇന്നലെ ആശുപത്രി അടിച്ചു തകർക്കുന്ന അടക്കമുള്ള സമരത്തിലേക്കൊക്കെ നീങ്ങി. അങ്ങനെ അക്രമാസക്തമായ രീതിയിലേക്കടക്കം ഈ സമരം നടക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ കുറ്റവാളികളെ കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് അത് പുറത്തറിയിക്കുക, അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരസ്യപ്പെടുത്തുക തന്നെയാവും ചെയ്യുക. എന്തായാലും അങ്ങനെ ഒരു നീക്കം, അങ്ങനെയുള്ള ഒരു തുമ്പ് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. സ്വാഭാവികമായും ഇത്തരം ഒരു ബലാത്സംഗം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിലേറെ പേർ അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തെളിവുകൾ കിട്ടാനുള്ള സാധ്യത എന്തായാലും പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഇതുവരെയും പോലീസിന് ആ തരത്തിലേക്ക് ഒരു അന്വേഷണം നടത്തി അല്ലെങ്കിൽ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തുടക്ക സമയത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട ശ്രദ്ധ, ഈ ഒരു ഗൗരവം ഈ കേസിന്റെ കാര്യത്തിൽ ഉണ്ടായി കാണില്ല എന്നതും കൂടി നമുക്ക് സംശയിക്കേണ്ടി വരും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ തുടക്ക സമയത്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നതും നമുക്ക് സംശയിക്കേണ്ടി വരും. എന്തായാലും ഇനി ഏതെല്ലാം തരത്തിൽ ഇടപെടലുകൾ ഉണ്ടായാലും, ഏതെല്ലാം തരത്തിൽ തെളിവുകൾ മായ്ക്കാൻ ശ്രമിച്ചാലും, ഇത്രയും പ്രക്ഷോഭങ്ങളും പ്രതിഷേധവും രാജ്യവ്യാപകമായി ഉയർന്ന സാഹചര്യത്തിൽ ഏത് വിധേനയും എന്ത് ശക്തി ഉപയോഗിച്ചും ഈ കേസ് തെളിയിക്കുക തന്നെയാവും ബംഗാൾ പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ആ ഒരു ദൗത്യത്തിൽ അവർ ഇതുവരെയും വിജയിച്ചിട്ടില്ല. അവർ അത് വിജയിക്കാത്തടത്തോളം കാലം രാജ്യത്ത് പ്രതിഷേധം കൂടുതൽ ശക്തമാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഓക്കെ, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തും ഡോക്ടർമാരുടെ സമരമാണ്.